ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ. ദ നൗൺസ് എൻഡിങ് ഇൻ എ വവൽ ഫോളോഡ് ബൈ ലെറ്റർ വൈ ആഡ് ആസ്. അത് എന്തിലാ പറയുന്നത്? കൺസോണൻ്റ് ആണെങ്കിലും. ഓക്കെ, കൺസോണൻ്റ് ലെറ്റർ ആണ് വൈ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പഠിക്കും നോക്കുന്ന നെക്സ്റ്റ് നോക്കുന്നതെന്ന് വെച്ചാൽ വവ്വലാണ് എന്ത് പറയുന്നത്? വവ്വൽ എൻഡിങ് വവ്വൽ ഫോളോഡ് ബൈ ലെറ്റർ വൈ അല്ലേ? അതായത് നൗൺ എൻഡ് ചെയ്യുന്നത് വവ്വൽ ലെറ്റർ വവ്വൽ വേർഡ് വൈയിലാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു നൗൺസ് എൻഡിങ് ഇൻ എ വവ്വൽ, ഒരു വവ്വലിൽ നൗൺസ് എൻഡ് ചെയ്യുന്നത് വൈയിലാണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ എസ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് അതിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ വാലി, വാലി എന്ന് പറയുമ്പം അതിനെ മാറ്റുമ്പോൾ എങ്ങനെ വരിക? വാലീസ്. വാലീനെ വാലീസ് എന്നാണ് മാറ്റുക അല്ലേ? അപ്പോൾ അതായത് ഈ വൈക്ക് ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ കൂടെ പക്ഷെ എന്ത് ചെയ്യും? ആഡ് ഒരു പ്ലസ് എസ് എന്ന് പറഞ്ഞൊരു ലെറ്ററും കൂടി നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത് വവ്വലാണ് ഒരു നൗൺ എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, നൗൺസ് എൻഡിങ് ഇൻ എഫ് ഓർ എഫ് ഇ ഈസ് ചേഞ്ച്ഡ് ടു വി എസ്. അതായത് വൈഫ്, നൈഫ്, ലീഫ്. ലീഫിനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുക ലീവ്സ് എന്നല്ലേ? അപ്പോൾ എഫിലാണ് സ്റ്റോപ്പ് ചെയ്യുന്ന നൗണെങ്കിൽ അതിനെ വി ഇ എസ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ, ദെൻ എന്താണ് അടുത്ത നമുക്ക് നോക്കാം. അപ്പോൾ നൗണ് കവർ ചെയ്ത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വേർബ്. വേർബിൽ എന്താണ് പറയുന്നത്? വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എന്താ പറയുക, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ വേർബ് എന്ന്. നൗൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് എ പ്ലേസ് ഓർ പേഴ്സൺ ഓർ തിങ്സ്, എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കും. വേർബ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് അതിനെയാണ് എന്ന് പറയുന്നത് വേർബ്. അതായത് ഇപ്പോൾ എക്സാം നോക്കുമ്പോൾ വേർബിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ ഈസ് എന്താണ്? ഡാൻസിങ്. ഇതിലെന്താണ് എന്ത് പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഡാൻസിങ് ആണ് അല്ലേ? അവിടെ നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാൻസിങ് ആണ് എന്തെന്ന് പറയുന്നത്? വേർബായിട്ട് പറയുന്നത്. എന്താണോ, ഏത് ആക്ഷനാണോ അവിടെ നടക്കുന്നത് അതിനാണ് എന്തെന്ന് പറയുന്നത്? വേർബ് എന്ന് പറയുന്നത്. ദ വേർഡ് ഡാൻസിങ് ആൻഡ് reading indicates an action. A verb is termed to use to indicate an action or state of being occurrence. Thus, to dance and read examples of verbs അല്ലേ? എന്താണ് ആക്ഷൻ നടക്കുന്നത്? അല്ലെങ്കിൽ ഷീസ് റീഡിങ് ആകുമ്പോൾ എന്താ? റീഡിങ് ആണ് നടക്കുന്നത്, റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റീഡിങ് ആണ് എന്ത്? വേർബായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ആക്ഷൻ ആണോ നടക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേർബിൽ തന്നെ നമുക്ക് എന്താണ്? പാസീവ് ഫോംസ്, അതിൻ്റെ ഓരോ ഫോംസ് ആണ് നമ്മൾ നോക്കുന്നത്. വേർബ്സിൽ തന്നെ ഓക്സിലറി വേർബ്സ് ഉണ്ട്, ലെക്സിക്കൽ വേർബ്സ് ഉണ്ട്. അങ്ങനെയല്ല, ലെക്സിക്കൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ വേർബ് അല്ലേ? അതായത് മെയിൻ വേർബിനെയാണ് നമ്മൾ ലെക്സിക്കൽ വേർബ്സ് എന്ന് പറയുന്നത്. അതായത് the verb which has an independent meaning are called lexical verbs. Lexical verbs are also known as main verbs. അതായത് ഒരു മീനിങ്ങിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് മീനിങ്ങും കൂടി ഉണ്ടാവുകയാണെങ്കിൽ ആ വേർബിനെയാണ് എന്ത് പറയുന്നത്? ലെക്സിക്കൽ വേർബ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഓക്സിലറി വേർബ്സ്. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? or helping verbs are grammatical words. Unlike lexical words, they do not have an independent meaning. They are അതായത് ഓക്സിലറി വേർബ്സ്. അതായത് ഇതിപ്പോൾ ഒരു വേർഡ് ഷീസ് ഡാൻസ് എന്ന വേർഡ്, ഈ വേർഡിൻ്റെ ലെക്സിക്കൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ലെക്സിക്കൽ വേർഡാണ്, ലെക്സിക്കൽ വേർബാണ്. അതായത് ഒരു മെയിൻ വേർബ് അല്ല, അതിൻ്റെ ഒരു മീനിങ് ഉണ്ടായിരിക്കും. ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ ഈ വേർബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്സ്. അതായത് ഈസ്, ഇപ്പം ഐ ആണെങ്കിൽ ആം, ആറ്, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറി വേർബ്സ്. അതായത് മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് ഇതൊക്കെ അല്ലേ? ഷീ ഈസ് ഡാൻസിങ്, അവൾ ഡാൻസ് ചെയ്യുകയാകുന്നു. അപ്പം ആ ആകുന്നു എന്ന് സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈസ് യൂസ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ഐ ആം റീഡിങ്, ഞാൻ വായിക്കുന്നു. അപ്പം റീഡ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് വേർബായിട്ട് പറയണം. പക്ഷെ അതിനെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്, ആം, ആർ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് എന്ത് പറയുന്നത്? ഓക്സിലറി വേർബ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ നമുക്ക് കുറേ എന്താണ് കണ്ടിന്യൂസ് ഫോംസ്, പാസീവ് ഫോംസ്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഇത് തന്നിട്ടുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്യുക അതൊക്കെ.
ഓക്കെ. പിന്നെന്താണ് നമുക്ക് പോകുന്നത്, ഈ ഓക്സിലറി വേർബ്സിലുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിൽ യൂസ് ഓഫ് ഹാവ്, ഹാവിൻ്റെ യൂസേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാവ് എന്ന് പറഞ്ഞ വേർബിൻ്റെ യൂസേജ്, ഹാവ് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, യൂസേജ് ഓഫ് ഹാവ് എന്ന് പറഞ്ഞ വാക്ക്. ഹാവ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്, നമുക്ക് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നത്? ഹാവ് എന്ന് പറഞ്ഞാൽ ഹാവ് പ്ലസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് യൂസ്ഡ് ടു ഫോം ഡിഫറെൻറ്റ് ടെൻസസ് അല്ലേ. ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടെൻസസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടെൻസസിന് വേണ്ടി. അതായത് ഷീ ഹാസ് സെൻഡ് എ ലെറ്റർ, അത് പ്രസൻറ്റ്, അതായത് ഇപ്പോൾ ഒരു ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ട്, അതെന്താ പറയുന്നത്, ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്നുള്ള കാര്യങ്ങളാണ്. ഹി ഹാഡ് റിട്ടൺ എ പ്രോയം, അതെന്താണ് ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുന്നേ നടന്നൊരു പ്രവൃത്തിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ദെൻ എന്താണ് ഹാവ് എന്ന് പറഞ്ഞാൽ, ഹാവ് എന്തിനാ യൂസ് ചെയ്യുക? അതേപോലെ ഹാവിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഹാവ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻസ്. നമുക്ക് എന്തെങ്കിലും ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കടപ്പാട് അല്ലേ. അതിന് ഒബ്ലിഗേഷൻസിന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് യൂസ് ചെയ്യുന്നത്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനോട് ഒരു പ്രതിബദ്ധത, കടപ്പാട്. അതായത് ഐ ഹാവ് ടു സ്റ്റഡി വെൽ, അതെന്ന് വെച്ചാൽ എന്താണ്, ഞാൻ നന്നായിട്ട് പഠിക്കേണ്ടതാകുന്നു അല്ലേ. ഐ ഹാവ് ടു സ്റ്റഡി വെൽ, അപ്പോൾ അതെന്താണ്, ഒരു ഒബ്ലിഗേഷനാണ്. അത് നമ്മളൊരു കടപ്പാട് അല്ലെങ്കിൽ നമ്മളൊരു ബാധ്യത, റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് എന്താ പറയുക, ഐ ഹാവ് ടു. അപ്പോൾ നമ്മളൊരു ബാധ്യത അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ഐ ഹാവ് ടു സ്റ്റഡി വെൽ, ദെൻ ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക് അല്ലേ. ആ ഹോംവർക്ക് വേറെ ആരും ഒന്നും ചെയ്യാനല്ല, നമ്മളെ തന്നെ ഒരു ഒബ്ലിഗേഷനാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഹോംവർക്ക് ചെയ്യണം എന്നുള്ളത് ആരെ ഉത്തരവാദിത്തമാണ്, എൻ്റെതാണ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്. ഓക്കെ, ഹാവ് ഹാസ് മെയിൻ വേർബ് ആകുമ്പോൾ ഹാവ് മീൻസ് ടു പൊസസ് ഓർ ഓൺ സംതിങ്. ഹാവ് ഒരു മെയിൻ വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഹാവിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളെ സാധനം ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹാവ്. അതായത് ഐ ഹാവ് എ കാർ അല്ലെങ്കിൽ ഷീ ഹാസ് എ കാർ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഹാവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെയിൻ വേർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ വേറെ എന്തെങ്കിലും വേർബ് ഉണ്ടോ? ഇല്ല, ഇതേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അതതിൻ്റെ നമ്മളെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മളെ ഓണർഷിപ്പിനെ കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. എനിക്കൊരു കാർ ഉണ്ട്, ഐ ഹാവ് എ കാർ. ദെൻ എന്താണ്, ഹാവ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഹാബിച്വൽ ആക്ഷൻസ്. അതേപോലെ നമ്മളെ ഹാബിച്വൽ ആക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് റീഡ് ചെയ്ത് പോകുക. നമ്മളെ ഗ്രാമറാണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഗ്രാമേഴ്സിൻ്റെ പോർഷൻ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹാവ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഹാബിച്വൽ ആക്ഷൻസ്. ഏതൊക്കെയാണ്? ഡു യു ഹാവ് ഹീറ്റ് വേവ്സ് ഇൻ മെയ്, ഡു ഹാവ് എ ടീ ബ്രേക്ക് അറ്റ് 5 ടൈം. നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്, ഹാവ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, യൂസേഴ്സ് ഓഫ് ഡു എന്ന് പറഞ്ഞ വേർബിൻ്റെ. ഇപ്പം ഹാവ് നോക്കി, ഇനി ഡു എന്ന് പറഞ്ഞ വേർഡിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോംസ്. ഡു എന്ന് പറഞ്ഞാൽ എന്താണ്, ഡു ഈസ് യൂസ്ഡ് ഇൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഇൻ ലെക്സിക്കൽ വേർബ്സ് അല്ലേ. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഡു യു ഹാവ് എ എന്താ പറയുക, ഡു യു സിങ് അല്ലെങ്കിൽ ഡു യു പ്ലേ. അപ്പം അങ്ങനെ ഒരു ചെറിയ സ്മോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡു ആണ് യൂസ് ചെയ്യുന്നത്. ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് ദ മെയിൻ വേർബ് അല്ലേ, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ, നമ്മളെ മെയിൻ വേർബിൻ്റെ റിപ്പീറ്റേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഷോർട്ട് ആക്കാൻ വേണ്ടി ഡു എന്ന് പറഞ്ഞ ഉപയോഗിക്കുന്നു. ഓക്കെ, ഡു ഒരു മെയിൻ വേർബായിട്ട് വരുന്ന സമയത്ത് ഇത് മെയിൻലി ഡൂവിൻ്റെ യൂസേജാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഡു ഒരു മെയിൻ വേർബായി വരുന്ന സമയത്ത് എന്താണ് വെക്കുന്നത്, ഡു മീൻസ് ടു പെർഫോം ഓർ ടു ആക്ട് അല്ലേ. പെർഫോം ചെയ്യാനോ ആക്ട് ചെയ്യാനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് ഡു ഇറ്റ്, ഷീ ഡു ഇറ്റ് അല്ലേ. ഐ ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാനത് ചെയ്യില്ല. അപ്പോൾ അതിൽ വേറെ ആക്ഷൻ മെയിൻ വേർബ്സ് ആക്ഷൻസും ഇല്ല, അത് ഒറ്റ ലൈൻ ഐ ഡോണ്ട് ഡു ഇറ്റ്. അപ്പോൾ ഡു എന്ന് പറഞ്ഞത് എന്തായാലും മെയിൻ വേർബായിട്ട് വരുമ്പോൾ നമ്മളതിനെ ആക്ഷൻസ് കാണിക്കാൻ പെർഫോം ചെയ്യാനോ ആണ് നമ്മൾ എന്ത് ഡു യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഷോളിൻ്റെ മോഡൽ ഓക്സിലറി വേർബ്സസ് ആണ് ഏതൊക്കെ,
ഷോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ ടു എക്സ്പ്രസ് സിമ്പിൾ ഫ്യൂച്ചർ